ഒരു ദിവസം അങ്ങനെ 2 ഓട്ടം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത്രയും പൈസ കിട്ടി. അങ്ങനെ ഓട്ടം പോയ സ്ഥലത്ത് നിന്ന് എനിക്ക് എന്തൊക്കെ ഫുഡ് കിട്ടിയെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. ആദ്യം അങ്ങനെ വന്ന് ഓട്ടം പോകാനായിട്ട് അവരുടെ കാർ എടുക്കാൻ ഞാൻ അവരുടെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കാറും കൊണ്ട് അധികം താമസിക്കാതെ ഇപ്പോൾ പമ്പിൽ കയറിയേ. തിരുവല്ലയ്ക്കടുത്തുള്ള ഇവരുടെ ഒരു ബന്ധുവിൻ്റെ കയർത്താമസത്തിന് വന്നതാണ് കേട്ടോ. അങ്ങനെ കയറി വരുമ്പോഴേ ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ജ്യൂസ് അങ്ങനെ ഞാനും എടുത്തു. ഈ വീടിൻ്റെ കയർത്താമസത്തിനാണ് ഞങ്ങൾ വന്നത്. എന്തായാലും നല്ല അടിപൊളി വീടാണ് കേട്ടോ. ജ്യൂസും കുടിച്ചുകൊണ്ട് ഞാനൊരു മൂലയ്ക്ക് മാറി നിൽക്കുമായിരുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീടിനകത്തേക്ക് കയറി. പിന്നീട് ഞാനും ഒന്നും നോക്കിയില്ല, സൈഡിലോട്ട് ചെരുപ്പ് ഊരിട്ടിട്ട് ഞാനും അങ്ങ് അകത്തേക്ക് കയറി. ഹാളിൽ ഒത്തിരി ആളുള്ളത് കൊണ്ട് ഞാൻ സിറ്റൗട്ടിലോട്ട് അങ്ങിരുന്നു. കയർത്താമസമായതുകൊണ്ട് ബന്ധുക്കളും അവരുടെ അടുത്തുള്ളവരൊക്കെ ആയിട്ട് കുറേ പേര് കൂടെ പിന്നീട് വന്നതുകൊണ്ട് സിറ്റൗട്ടിലും അങ്ങനെ ആൾ ഫുള്ളായി. പിന്നീട് ഞാൻ നേരെ വന്ന് പുറത്ത് കിടന്ന് ഒരു ഓട്ടോയ്ക്കകത്ത് അങ്ങ് കയറിയിരുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാനും ഇപ്പം മേടിച്ചിട്ട് അങ്ങനെ കഴിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇപ്പോൾ പോകാനായിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ടിരിക്കുവാണ്. അധികം താമസിക്കാതെ തന്നെ ഇപ്പോൾ അവരെ കൊണ്ടുവന്ന് അങ്ങനെ അവരുടെ വീട്ടിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ഓട്ടം കഴിഞ്ഞിട്ടുണ്ടേ. അവിടുന്ന് ഇപ്പോൾ ഓട്ടോ എടുത്തുകൊണ്ട് അടുത്ത വീട്ടിലോട്ട് അടുത്ത കാർ എടുക്കാനായിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെ ആ വീടിൻ്റെ ഒരു സൈഡിലോട്ട് ഇപ്പോൾ ഓട്ടോ അങ്ങനെ മാറ്റി കിട്ടു. രാവിലെ തോട്ടം പോയത് വാഗണർ കൊണ്ടാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോകുന്നത് ഈ ഒരു ആൾട്ടോ കൊണ്ടാണേ. പിന്നീട് സമയം കളയാതെ നേരെ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുവാണ്. ഈ ഓട്ടോ ഇപ്പോൾ പോകുന്നത് റാന്നിക്കാണ് കേട്ടോ. ഡ്രൈവിംഗ് സ്കൂളിൽ ഒരാളെ ചേർക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഈ ഡ്രൈവിംഗ് സ്കൂളിലാണ് കേട്ടോ ഞാൻ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഏതായാലും അവരുടെ കൂടെ ഞാനിവിടെ കയറി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചങ്ങനെ വരുന്ന വഴിക്ക് അവരുടെ ചിലവ് ഒരു പപ്സും ഒരു സോഡ നാരങ്ങയും. അങ്ങനെ അതും കൂടെ കഴിച്ചിട്ട് അധികം താമസിക്കാതെ നേരെ അവരെ കൊണ്ട് അങ്ങനെ വീട്ടിലിറക്കി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ.